മംസ അഥവാ മൊണ്ടിനീരിന് പുറകെ എംപോക്സ് വീണ്ടും വരവായി. കേരളം വീണ്ടും നവനവങ്ങളായ രോഗങ്ങൾ നിലവിറങ്ങുന്ന ഒരു നാട്ടുവേദിയായി മാറുകയാണ്. എന്തുകൊണ്ടിങ്ങനെ? പലരും സ്വയം ചോദിച്ചു, പരക്കെ ചോദിക്കുന്നു. ആശങ്ക അസ്ഥാനത്തല്ല. കാലം തെറ്റിയുള്ള കാലാവസ്ഥയും കാലവർഷവും വ്യക്തികളെ രോഗാതുരരാക്കുന്നു, കൂടുതൽ ആരോഗ്യ അപക്ഷയത്തിന് ഇടവരുത്തുന്നു എന്നുള്ള വസ്തുത ആരും മറക്കാതിരിക്കുക. പതിവുള്ള ഡിസംബറിലെ മഞ്ഞ് ഇതുവരെയും വന്നിട്ടില്ല. നമുക്കറിയാം, കാറ്റ് വീശുന്നതും മഞ്ഞ് വീഴുന്നതുമൊക്കെ അടിസ്ഥാനമാക്കി പ്ലാവിൽ ചക്ക വിളയുകയും മാവ് പൂക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതിയുടെ ഒരു വൈരുദ്ധ്യ രീതി. ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾ വ്യക്തികളെയും ആരോഗ്യത്തോടെ ജീവിക്കാനും രോഗത്തിന് ഇടവയ്ക്കാനും ഒക്കെ അനുകൂലതയും പ്രതികൂലതയും സൃഷ്ടിക്കും എന്ന കാര്യവും മറക്കാതിരിക്കുക. ഒട്ടുമിക്ക രാജ്യങ്ങളിലും കാലം തെറ്റിയുള്ള മഞ്ഞ്, ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യങ്ങളിൽ അതിശക്തമായ മഞ്ഞ് വീഴ്ചയുടെ ഒരു കാലമാണിത്. ഭൂഖണ്ഡാനന്തര യാത്രകൾ ഏറ്റവും കൂടുതൽ അനുവർത്തിക്കുന്ന കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ലോകത്തെവിടെ ഉണ്ടാകുന്ന രോഗവും പടർന്ന് പകരുവാൻ ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മതിയാകും എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക. മനുഷ്യൻ ഉഷ്ണരക്തമുള്ള ജീവിയാണ്. സ്ഥിരമായ ഒരു സ്ഥായിയായ ശരീര ഊഷ്മാവും പരിസ്ഥിതി ഊഷ്മാവും ആരോഗ്യകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. അത് മറക്കാതിരിക്കുക. ഒപ്പം അഹിതമായ ആഹാര രീതികൾ, അപഥ്യമായ ഔഷധ സേവകൾ എന്നിവ വഴി കൂടുതൽ നമ്മുടെ സമൂഹം രോഗാതുരരായിക്കൊണ്ടിരിക്കുന്നു. ന്യായീകരണങ്ങൾ പലതുണ്ടാകാം, ന്യായവാദങ്ങളും ഒപ്പം ഉണ്ടാകാം.